പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. നെല്ലിയാമ്പതിയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരത്തുള്ള നെന്മാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അത് രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ പോകുന്നത് പൂത്തുണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കാണ്. അപ്പോൾ അതിനിടയിൽ ഒരു പൂത്തുണ്ടി ഡാമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ട ചെക്ക് പോസ്റ്റ് രാവിലെ 7 മണിക്കാണ് ഓപ്പൺ ആവുക. ഇവിടുന്ന് ഒരു ചെക്ക് പോസ്റ്റ് ഒരു സ്ലിപ്പ് നമുക്ക് തരും. ഇവിടെ പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ സ്ലിപ്പ് സ്വീകരിച്ചിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത്. എന്ന് വെച്ചാൽ റിട്ടേൺ നമ്മൾ 5 മണിയാകുമ്പോഴേക്കും തിരിച്ച് ചെക്ക് പോസ്റ്റിലേക്ക് എത്തണം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. കാരണം ഇത്രയും സ്ഥലങ്ങൾ കണ്ടു തീർത്തിട്ട് 5 മണി നമുക്ക് തിരിച്ചു വരണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുകളിൽ ഏതെങ്കിലും റിസോർട്ടോ അല്ലെങ്കിൽ റൂമോ എടുത്ത് താമസിക്കണം. പൂത്തുണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 200 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് വ്യൂ പോയിന്റ് നമ്മൾ എത്തി. ആ വ്യൂ പോയിൻ്റിൻ്റെ പേരിൽ അംബ്രല വ്യൂ പോയിൻ്റ് എന്നാണ്. ഈ ഒരു കാഴ്ചകളും കണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം വരുന്നത് ഇവിടുന്ന് ഒരു ഏകദേശം 1.5 കിലോമീറ്ററും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാച്ച് ടവറാണ് വരുന്നത്. ചെറുനെല്ലി വാച്ച് ടവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടിപൊളിയ ഒരു സൺറൈസ് ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ യാത്ര തുടരുകയാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ അടുത്ത വ്യൂ പോയിന്റ് എത്തി. ഇതിൻ്റെ പേര് 14 ഇഞ്ച് മെയിൽ വാച്ച് ടവർ എന്നാണ്. അതിൻ്റെ കാഴ്ചകളാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ ഇനി ഒരു വാച്ച് ടവർ കൂടിയുണ്ട്. അയ്യപ്പൻ തിണ്ടു വാച്ച് ടവർ എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങളവിടെ നിർത്തിയില്ല, നേരെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ 5 മണിക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് നേരെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി ഇവിടുത്തെ മെയിൻ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്ഥാപിച്ച ഒരു മാപ്പ് ഉണ്ട് ഇവിടെ. ഈ മാപ്പ് നോക്കി കഴിഞ്ഞാൽ നെല്ലിയാമ്പതിയിലുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള ദൂരവും എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ എവിടെയുണ്ട്. ഈ മാപ്പിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഇവിടെ വരുന്നതിന് മുമ്പേ ഫുൾ പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ജീപ്പ് ട്രക്കിംഗ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ജീപ്പ് ട്രക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഏരിയ കംപ്ലീറ്റ് അതിൽ കവറാവും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ മനസ്സിലാവും. ജീപ്പ് ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കാരപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട്. തേയിലത്തോട്ടത്തിൻ്റെയും കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള അതിമനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു അത്. അങ്ങോട്ടേക്ക് പൊതുവേ ആൾക്കാരൊന്നും അധികം പോകാറില്ല. കാരണം ഈ ഒരൊറ്റൊരു ഡെസ്റ്റിനേഷൻ അല്ലെന്ന് വെച്ചിട്ട് അധികം ആളും സ്കിപ്പ് ചെയ്യലാണ്. പക്ഷെ എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോകണം. അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അതിലുള്ള യാത്രയും. അതുമാത്രമല്ല അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും ഒരു പുഴയും അതിനോട് ചേർന്നൊരു അരുവിയൊക്കെ ഉണ്ട്. പിന്നെ പൊതുവേ ആളുകൾ കുറഞ്ഞൊരു ഏരിയ ആണത്. പക്ഷെ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണാൻ.
പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റോഡാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള യാത്ര. ഒരു ബസ്സിന് കഷ്ടിച്ച് വരാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുന്നിൽ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാലും ഒരു സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ സൈഡ് കൊടുക്കണേ തന്നെ ഒരുപാട് ദൂരം നമ്മൾ പുറകോട്ടേക്ക് പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ കാരപ്പാറ എത്തി. നമ്മൾ നേരെ കാണുന്നതാണ് ഒരു ഹോട്ടലാണ്. ഇവിടെ വേറെ എവിടെയും ഒരു ഹോട്ടലില്ല, ആ കാണുന്ന ഒരൊറ്റ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. നല്ല നാടൻ ഭക്ഷണങ്ങൾ കിട്ടും. ഞങ്ങൾ അവിടെ നിന്നാണ് ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ ഇങ്ങോട്ടേക്കുള്ള ബസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, KSRTC ബസ്. ഇത് പാലക്കാട് നിന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്ന ഒറ്റ ബസ്സാണുള്ളൂ. ഒരു ദിവസം ഒറ്റ ബസ്സാണുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ അന്വേഷിച്ചെടുത്തത് അങ്ങനെയാണ് അറിഞ്ഞത്. ഈ ഉച്ച സമയത്ത് ഇവിടെ എത്തും. ഏകദേശം ഒരു വൈകുന്നേരം ഇവിടെ നിന്ന് തിരിച്ച് പാലക്കാടേക്കാണ് തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. അതിൻ്റെതായ ഒരു പുഴയും അരുവിയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു കാഴ്ചയാണ്. നമുക്ക് അത് കണ്ടിട്ട് തിരിച്ചു വരാം. കൈക്കാട്ടി ജംഗ്ഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. കേശംപാറ വ്യൂ പോയിന്റിലേക്കുള്ള ടിക്കറ്റാണ്. ഒരാൾക്ക് 15 രൂപയാണ് ചാർജ് ആക്കുന്നത്. വീഡിയോഗ്രാഫിക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ബാക്കി അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വ്യൂ പോയിന്റിലേക്ക് പോകുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുക്ക് എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഇവിടെ ക്യാഷ് സ്വീകരിക്കില്ല, കാർഡ് തന്നെയാണ് ഇവിടെ എടുക്കുക. ഗൂഗിൾ പേയും പ്രശ്നങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഒരു കാർഡ് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു കാട്ടിലൂടേക്ക് നടക്കുകയാണ്. നല്ല ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വർക്കിംഗ് ഡേ കൊണ്ട് ആരുമില്ല, നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ നടക്കാനുണ്ട്. 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. ഇവിടുന്ന് പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടുത്തെ പാറയൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ലൈന്. എനിക്ക് തോന്നുന്നത് മഴവെള്ളം സ്ഥിരമായിട്ട് ഒലിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അത് കാണാൻ പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷേ ക്യാമറയിൽ അധികം അത് എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു. എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ക്യാമറയിലെ ബാറ്ററി ഏകദേശം ലോ ആയി തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു സ്ഥലം കൂടി നമുക്ക് പോകാനുള്ളതിനെ കൊണ്ട് ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് ഇറങ്ങി.
ഇവിടുന്ന് വീണ്ടും നടന്നു നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ അവിടുന്ന് ജംഗ്ഷനിലേക്ക് എത്തി. ആ ജംഗ്ഷനിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഇവിടെ ഒരു AVTൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്. ഇവിടുന്ന് ചായപ്പൊടി നമുക്ക് നേരിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇവിടുന്ന് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു. നമ്മൾ നേരത്തെ പഴയ മാപ്പൊക്കെ വെച്ച ജംഗ്ഷനിലേക്ക് തന്നെ തിരിച്ചേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓറഞ്ച് ഫാം ഉണ്ട്. ഈ ഡെസ്റ്റിനേഷൻ നമുക്ക് ശരിക്കും നേരത്തെ പറഞ്ഞ ജീപ്പ് ട്രക്കിംഗ് ഇല്ലേ, അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പലയാളും അങ്ങോട്ട് പോകില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കാണില്ല. ഓറഞ്ച് തോട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. 15 റുപ്യാണ് ഒരാൾക്ക് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് കടന്നപ്പോൾ ഇവിടെ ഒരു ചാമ്പക്കയുടെ ഒരു തോട്ടം കണ്ടു. അവിടെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു മരത്തിൻ്റെ ഒക്കെ സെറ്റപ്പിൽ ഒരു കസേരയുടെ സെറ്റപ്പിലാക്കിയിട്ട് അവിടെ കുറച്ച് നേരം നമുക്ക് ഇരിക്കാം. അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി വീണ്ടും നടക്കാൻ തുടങ്ങി. നാരങ്ങത്തോട്ടം കാണാമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് യാത്ര. പക്ഷേ എത്ര നടന്നിട്ടും നാരങ്ങത്തോട്ടം മാത്രം കാണുന്നില്ല. തോട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളും പിന്നെ ഒരു വലിയൊരു മരത്തിൻ്റെ മുകളിൽ ഒരു അടിപൊളി ഹട്ടും അങ്ങനെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ അത് കണ്ടെത്തി. നാരങ്ങത്തോട്ടം എന്നുള്ളൊരു ബോർഡ് കണ്ടു. അങ്ങനെ അങ്ങോട്ടേക്ക് യാത്ര തുടർന്നു. ഓറഞ്ച് ആൻഡ് പച്ചക്കറിത്തോട്ടം. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ആദ്യം തന്നെയുള്ളത് ഫ്രാഷൻ ബോട്ട്. അപ്പോൾ ഓരോരുത്തരുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ ഫ്രാഷൻ ബോട്ട് എന്നാണ് പറയുക. ഫ്രാഷൻ ബോട്ടിൻ്റെ ഒരു തോട്ടമാണ്. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നാരങ്ങത്തോട്ടത്തിലേക്ക് നടക്കുകയാണ്. അതാ പറഞ്ഞേ. അങ്ങനെ ഒടുവിൽ ഓറഞ്ച് തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഈ ഓറഞ്ച് തോട്ടം ഈ കാണുന്നതേ ഉള്ളൂ. ഇതിനോളം ഓറഞ്ചൊന്നും ഇല്ല. അപ്പോൾ നമുക്കവിടെ പറിക്കാനുള്ള അല്ലെങ്കിൽ പറിച്ചിട്ട് പൈസ പേ ചെയ്തിട്ടത് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയാണ് ആദ്യം കരുതിയിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് അതും കണ്ടു തിരിച്ചു. ഇവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടു കഴിഞ്ഞാൽ നെല്ലിയാമ്പതിയുള്ള ഒരുവിധ എല്ലാ സ്ഥലങ്ങളും കവറായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറൊരു പാർട്ടായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാം. ഞങ്ങൾ ഇതൊക്കെ കണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോയി ഈ വഴിയിലൂടെ നടന്നപ്പോഴാണ് ഒരു പാലം കണ്ടത്. ആ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ മരത്തിൻ്റെ പീസ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നല്ലോണം ഉണങ്ങിയ മരമാണ്. അപ്പോൾ അത് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഭയങ്കര ഒരു പേടിയായിരുന്നു.
അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.